ആ രാജിവെക്കുമ്പോ എന്താ വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണല്ലോ UDF ലീഡർഷിപ്പ് തീരുമാനമാക്കേണ്ടത്. അത് ചെയ്യുമെന്നല്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത്. അതിനുതകുന്ന ഒരു സ്ഥാനാർത്ഥിയാവണ്ടേ? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ആ അഭിപ്രായ വ്യത്യാസമൊന്നും ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്ത ഒരു മിഷന് തടസ്സമേ അല്ല. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹം ഞാൻ ഒരുമിച്ചാണ് ചോർന്നത് ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട്. ഞങ്ങൾ അത്ര വലിയ എതിർപ്പുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടടുത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കും. ഇഷ്ടംപോലെ സീറ്റ് അവിടെ അല്ലേ. അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ്. അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടത്തിൽ അന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇലക്ഷന് മുമ്പാവുമോ പിമ്പാവുമോ അത് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോ UDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ ഇനി എന്താ പറയാ, ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിന്റെ മുകളിലൊരു ചർച്ചയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവിടെ എന്റെ വിഷയം ഒരാൾക്കും എതിർപ്പില്ലാത്ത ആ സമൂഹത്തിൽ നിന്ന്, നിലമ്പൂരിലെ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടൊരു വോട്ട് പോകരുന്ന വോട്ടാർക്ക് ആരുമാകട്ടെ. ഞാൻ പറഞ്ഞു, സ്ഥാനാർത്ഥിക്ക് ഒരു പ്രസക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ്. നിങ്ങൾക്കറിയാം, അവിടെ ജനങ്ങളും ഈ പറയുന്ന LDF തമ്മിലെ പോരാട്ടാന്ന് പറഞ്ഞു.